വെൽക്കം ടു ടെക്നിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ജൂലൈ മാസത്തെ എക്സാം കൺട്രോൾ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നല്ലേ. അപ്പൊ അതിൽ കുറെ പേരൊക്കെ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കൺഫർമേഷൻ കൊടുക്കാത്ത കുറെ പേരുണ്ട്. അപ്പോൾ സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കുറെ പോസ്റ്റുകളിലേക്ക് എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ കുറെ പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി നമുക്ക് പറയുകയാണെങ്കിൽ ടോട്ടൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ഓവറോൾ ആയിട്ട് കോമ്പറ്റീഷൻ കുറഞ്ഞിട്ടുണ്ട്. അതായത് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കൺഫർമേഷൻ കൊടുത്തേക്കുന്നത് വളരെ വളരെ കുറഞ്ഞിട്ടുണ്ട്. കുറെ കേസിൽ 50% താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നില്ലാതെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ചെയ്യുന്നുണ്ട്, സിവിലാണെങ്കിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ചെയ്യുന്നുണ്ടല്ലേ, അത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് ഉണ്ട്. അതുപോലെ മെക്കാനിക്കലിനാകുമ്പോൾ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ഉണ്ട്, അതുപോലെ ഉണ്ട്. അതേപോലെ കമ്പ്യൂട്ടർ സയൻസിന് ലെക്ചറിങ് കമ്പ്യൂട്ടർ ലെക്ചറർ പോസ്റ്റ് ഉണ്ട്. പിന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട് അല്ലെ. അപ്പൊ എല്ലാം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെക്ചറിങ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ് മാനേജ്മെന്റ് 1285 പേരാണ് എന്ത് ചെയ്തേക്കുന്നത്, അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പൊ അപ്ലൈ ചെയ്തേക്കുന്ന 1285 ആണെന്നുണ്ടെങ്കിലും കൺഫർമേഷൻ കൊടുത്തേക്കുന്ന ആരാ, വെറും 925 പേര് മാത്രമേ അവിടെ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. ഇനി അടുത്തത് ലെക്ചറിങ് ഇൻഫർമേഷൻ ടെക്നോളജി കേസിൽ 6771 പേര് എന്താ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എത്ര പേരെ കൺഫർമേഷൻ കൊടുത്തേക്കുന്നത്, 4871 പേര് മാത്രമേ അവിടെ എന്താ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. അതേപോലെ ലെക്ചറിങ് കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ കേസിൽ 916 പേരാണ് എന്ത് ചെയ്തേക്കുന്നത്, അപ്ലൈ ചെയ്തേക്കുന്നത്. പക്ഷെ എത്ര പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, വെറും 586 പേര് മാത്രമേ അവിടെ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അത് നമുക്ക് ഇനി വൺ ബൈ വൺ ആയിട്ട് പോകും. ബാക്കിയൊക്കെ യു പി സ്കൂൾ ടീച്ചേഴ്സിന്റെ ഒക്കെയാണ്, അത് അവിടെ നിൽക്കട്ടെ. ബാക്കി ഓവർസീസ് ഗ്രേഡ് 3 ഉണ്ട്, അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിനാണ്. പിന്നെ വർക്ക് സൂപ്രണ്ട് ഉണ്ട്, അത് ഓരോ ജില്ലയിലേക്കുള്ളതുണ്ട്. ഇനി അടുത്ത പ്രോഗ്രാമറിന്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് 381 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട് പ്രോഗ്രാമറിന്റെ. ഓക്കെ, അത് NCA സ്പെഷ്യൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ അതിന് എത്ര പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള 295 പേര് മാത്രമേ അവിടെ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അതിന്റെ അടുത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഹെഡ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിലിലേക്ക്, അത് എന്താ പറയണ്ടേ, ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിന്റെ 6 പേരായിരുന്നു അപ്ലിക്കേഷൻ കൊടുത്തിരുന്നത്. അതേപോലെ അത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് കേസിലാണെന്നുണ്ടെങ്കിൽ 18,628 പേര് എന്ത് ചെയ്യാം അവിടെ ഹാർബർ എഞ്ചിനീയറിംഗിലേക്ക് അല്ലെ, 18,628 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എത്ര പേരെ കൺഫർമേഷൻ കൊടുത്തേക്കുന്നതിലായിരുന്നു നമുക്ക് നോക്കാം. കണ്ടല്ലേ, 12,000. 18,000 12,000 കുറഞ്ഞു അല്ലെ, 18,000 12,000 കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏതാ ഉള്ളത്, ബയോമെഡിക്കൽ 897 എന്നുള്ളത് അങ്ങോട്ട് പോയിട്ടുണ്ട്, 579 കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വീണ്ടും UPST വന്നു. പിന്നെ ഏതാ ഉള്ളത്, പിന്നെ മെക്കാനിക്കലിലോട്ട് അതേപോലെ ഇലക്ട്രിക്കലിലോട്ട് അല്ലെ, നമുക്ക് നോക്കാം വൺ ബൈ വൺ നമുക്ക് നോക്കാം. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കല് 11,695. 11,695 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. പക്ഷെ അതിന് എത്ര പേരെ കൺഫർമേഷൻ കൊടുത്തേക്ക് നോക്കൂ. ആ 11,000 എത്രയായിട്ടുണ്ട്, 8,000 സംതിങ് ആയിട്ടുണ്ടാവും, 7,000. ഓക്കെ, 7,000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 11,000 7,000 കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇലക്ട്രിക്കല് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് 849 പേര് അപ്ലൈ ഉണ്ടായിരുന്നു. കൺഫർമേഷൻ കൊടുത്തേക്കുന്നത് എത്ര, 613 പേരാണ് കൺഫർമേഷൻ കൊടുത്തേക്കുന്നത്. പിന്നെ വർക്ക് സൂപ്രണ്ട് ഉണ്ട്, ഇൻസ്ട്രക്ടർ, അതേപോലെ ഈ മെക്കാനിക്കൽ ഇൻസ്പെക്ടേഴ്സ് ബോയിലേഴ്സ്, സോറി ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2, അതിന് 744 പേര് എന്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്, 744 പേര്. പക്ഷെ അതിൽ എത്ര പേരെ കൺഫർമേഷൻ കൊടുത്തേക്ക് നോക്കുക നിങ്ങൾ, 473 പേര് മാത്രമേ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. അതേപോലെ മെക്കാനിക്കലിന്റെ കേസിലാണെങ്കിൽ ഈ മെക്കാനിക്കൽ 8,636 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് എത്ര 5,000 കുറഞ്ഞു, 5,114 പേരായിട്ട് കുറഞ്ഞു. അതുപോലെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 9,394 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എത്ര 6,073 അത് കൺഫർമേഷൻ കൊടുത്ത് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യമാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവരും സ്ഥലത്തും എന്താ മാക്സിമം എഫേർട്ടും കാര്യങ്ങളും എടുക്കുക. കോമ്പറ്റീഷൻ നന്നായിട്ട് എന്താ അവിടെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, കോമ്പറ്റീഷൻ നന്നായിട്ട് അവിടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാ സ്ഥലത്തും എന്താ മാക്സിമം എഫേർട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ്. ഓക്കെ, താങ്ക് യു.